ഇത് നായായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അതായത് പോലീസ് പട്ടിക്ക് പോലും കിട്ടാത്ത ഇതാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് ഇത്രയും സ്നേഹം. ഞാൻ മോനെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും മോനെന്നും മോളെന്നുമാണ് വിളിക്കുന്നത്. അതിന് ഞങ്ങളുടെ അപ്പുറത്തുള്ളവരെല്ലാം എന്നെ കളിയാക്കും. എടാ, നീ തുച്ഛമായ ദിവസം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചു. മണിയും കൊച്ചിനെയൊക്കെ അതിനേക്കാളും മുന്നേ നിനക്ക് ഞാൻ എന്തെല്ലാം തന്നിട്ടുണ്ടായി. നീ എന്തിനാ ഞങ്ങളെ ഇട്ടേച്ചു? വല്ലൊരാഴ്ച ഞങ്ങൾ ദുഃഖാവസ്ഥയിലായിട്ട് നീ എന്തിനിങ്ങനെ ഞങ്ങളോട് കാണിച്ചു? കണ്ണു മുമ്പിൽ നിനക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലേ? എനിക്ക് പറയാനുള്ള ഈ സുരേഷ് എന്ന് വെച്ചാൽ ഒരു പൊന്നുമോനായിരുന്നു. മരിച്ചതുമല്ല, അയാൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ബിസ്ക്കറ്റാണ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം. ഒരു കൂടപ്പുറപ്പിനേക്കാൾ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നിത്. പിന്നെ അവനേന്ന് ഇവനേന്ന് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അതേ രീതിയിലുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു സുരേഷായത്. ചെറുപ്പത്തിലെ വളർത്തിയ നായയെ വഴിയിൽ ഉപേക്ഷിച്ചെങ്കിലും നാട് അവനെ ചേർത്ത് നിർത്തി. ആഹാരത്തേക്കാൾ ഇഷ്ടം ബിസ്ക്കറ്റിനായപ്പോൾ അവർ ഉച്ചയൂണിന് പാർലെ ബിസ്ക്കറ്റ് നൽകി. അങ്ങനെ അവൻ പാർലെ ജി സുരേഷ് എന്ന ഓമനപ്പേര് നാട്ടുകാരിൽ നിന്നും സ്വീകരിച്ചു. കുളക്കട, പൂവറ്റൂർ, കച്ചേരിമുക്കിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു പാർലെ ജി സുരേഷ് എന്ന നായ. രാത്രി വൈകിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അവൻ കൂട്ടായി. വീട് വരെയും രാവിലെ ബസ് കയറുന്ന സ്ഥലം വരെയും അവൻ കാവൽക്കാരനായിരുന്നു. പ്രിയപ്പെട്ട സുരേഷ് ആരെയും ഉപദ്രവിക്കുകയോ മറ്റ് നായകളുമായി അലശണ്ട ഉണ്ടാക്കുകയോ ചെയ്യാത്ത സ്വഭാവം. സ്ഥിരമായി ആഹാരം കഴിക്കുന്ന വീടുകളിൽ നിന്നും ഭക്ഷണം കിട്ടുന്നതുവരെ കാത്തിരിക്കും. എല്ലാവർക്കും പറയാനുള്ളത് പാർലെ സുരേഷിനെ പറ്റി മാത്രമായിരുന്നു. പലരും വീട്ടിലെ മക്കളെ പേരിട്ട് വിളിക്കുമ്പോൾ സുരേഷിനെ മോനെ എന്ന് മാത്രം വിളിച്ച് ശീലിച്ചു. സുരേഷിനും അതായിരുന്നു ഏറെ ഇഷ്ടം. എന്നാൽ പെട്ടെന്നാണ് കഴിഞ്ഞയാഴ്ച പാർലെ ജി സുരേഷ് വിടവാങ്ങിയത്. നാട്ടുകാരെ സംബന്ധിച്ച് വീട്ടിലെ ഒരംഗം പോയ പോലെയായിരുന്നു സുരേഷിൻ്റെ വേർപാട്. പൗരസമിതി ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു, ബോർഡ് സ്ഥാപിച്ചു, യോഗം കൂടി. എന്നാൽ സുരേഷ് ഇനിയില്ല എന്ന ദുഃഖത്തിൽ നിന്നും അവർ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു നാത്തൂൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അവളും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അന്ന് സുരേഷ് മരിച്ചു. ഞാൻ തന്നെ വിചാരിച്ചു ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? അതിന് ഏതാണെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ചോറുണ്ടാൻ വരത്തില്ലയോ സുരേഷ്. അവളും പട്ടിയെന്ന് പറഞ്ഞില്ല എന്നിട്ടും എന്നോട്. അത്രയ്ക്കും കാര്യം എല്ലാവർക്കും. ഞങ്ങളുടെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ കമ്പനിയുടെ വാതിൽ വരെ കൊണ്ടുവിടും. ഇവരോടെല്ലാം ചോദിച്ചേക്ക് ഇവിടെ കൊണ്ടുവിടും. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഞാൻ പറയും നീ പിന്നെ പോന്ന് പറയും. എടാ, നീ തുച്ഛമായ ദിവസം കൊണ്ട് ഞങ്ങളെ നിനക്ക് ഞാൻ എന്തെല്ലാം തന്നിട്ടുണ്ടായി. നീ എന്തിനാ ഞങ്ങളെ ഇട്ടേച്ചു? വല്ലൊരാഴ്ച ഞങ്ങൾ ദുഃഖാവസ്ഥയിലായിട്ട് നീ എന്തിനിങ്ങനെ ഞങ്ങളോട് കാണിച്ചു? കണ്ണു മുമ്പിൽ നിനക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലേ? വിഷമിക്കുന്ന ഞങ്ങളല്ലേ ഒരു ബിസ്ക്കറ്റ് നിനക്ക് തരും, മേടിച്ചാലും വീട്ടിൽ വന്നാലും തരും. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, എനിക്ക് സങ്കടം കണ്ടോ? ഞാൻ ഇവളെ കണ്ടാൾ തൊട്ടേ ഇതേപോലെ സങ്കടപ്പെട്ടതിലേ പോകുന്നത്. സഹിക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ സഹിച്ചാൽ മക്കളെ ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും സാധിച്ചു. അതേപോലെ ദുഃഖം. ആ കാര്യം എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. തുച്ഛമായ ദിവസം എന്നെ ഞങ്ങൾ സ്നേഹിച്ചു. ഞാൻ അവരെ സ്നേഹിക്കും. ഇതിനെ ഏത് പട്ടി വന്നാലും ഞാൻ അവരെ സ്നേഹിക്കും. പക്ഷേ അവരവിടെ സ്ഥിരം ഇങ്ങനായി ബിസ്ക്കറ്റും കൊടുത്തു. പിന്നെ എങ്ങനെ ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് പോയെന്ന്. അവിടെ പോയിട്ട് വന്നെങ്കിൽ ഒരു തുണിക്കടയിൽ പോകുന്ന ഒരു പെങ്കൊച്ചുണ്ട്. രാത്രി വരുമ്പോൾ അത് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കും. അതിൻ്റെ കൂടെ അവരുടെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടെ കിടക്കും. അവിടെ നിന്ന് ചോറും കഴിച്ചിട്ടേ വരത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു സുരേഷായത്. സുരേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൃഗമായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി, ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ, ഈ നിൽക്കുന്ന എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി കൊണ്ടു നടന്നിരുന്നൊരു കക്ഷിയാണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഏറ്റവും സ്നേഹനിധിയായ ഒരാളായിരുന്നു. ഞാനാണ് ആ പേരിട്ടത്. ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ആ പേരിട്ടത് ഞാൻ. അപ്പോൾ എല്ലാവരും ഇവിടെ ഈ നാട്ടിൽ എണ്ണിയാൽ പറയാൻ പറ്റത്തില്ല, ഒരു 100 പേര് കൂടുതൽ അവന് ഡെയിലി ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുകയും ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആഹാരം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം അത്ര സ്നേഹമുള്ളവനായിരുന്നു. ആർക്കും ഒരു ഉപദ്രവമില്ല. ഒരുപാട് ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവിടുന്ന അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു നല്ല സ്നേഹമുള്ളൊരു മൃഗം തന്നെയായിരുന്നു സുരേഷ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവനെ ചത്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം. ഇവനെ കളഞ്ഞ ആ പെണ്ണിനെ വരെ ഞാൻ ചീത്ത വരെ വിളിച്ചിട്ട് നീ കൊണ്ട് കളഞ്ഞ എന്തോ തന്നെ. എനിക്ക് അന്നേക്ക് ഞാൻ വളർത്തുമായിരുന്നു. നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. അവൻ്റെ വാലൊക്കെ ഒന്ന് കാണുമായിരുന്നു. അതാണ് ഏറ്റവും സങ്കടം. നേരെ കുട്ടപ്പനായിരുന്നു അവൻ. ഇവനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. നല്ല മൃഗങ്ങളുടെ പേരിട്ടെങ്കിൽ ഈ കുഞ്ഞിനെ നമ്മൾ വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടുന്ന് വരുമ്പോഴേ വാലാട്ടി ഓന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ വരും. കൂടെ വീട്ടിലുള്ളവർ ഓടിച്ചു കളഞ്ഞാലും ഇവ അവിടെ തന്നെ കിടന്നുകൊണ്ട് വാലും മിന്നിയും കിടക്കത്തേ ഉള്ളൂ. ഒരു കൂടപ്പുറപ്പിനേക്കാൾ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നിത്. പിന്നെ അവനേന്ന് ഇവനേന്ന് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അതേ രീതിയിലുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയാണ്.
പ്രത്യേക ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ പൊന്നു മോനാണ് ഇവനൊരു പൊന്നു മോനായിരുന്നു. പക്ഷെ എന്നിട്ട് അവൻ്റെ ആ വാലുമൊക്കെ ഒന്ന് കാണും, നല്ല രോമെല്ലാം ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതിൻ്റെ കണ്ണെഴുതിയൊക്കെ വെച്ചേക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ കണ്ണെഴുതിയിട്ട് എടുത്ത ഫോട്ടോയാണ് അത്. ഈ പാർലേജി എന്ന് പറയുന്നത്, ഈ പാർലേജി ബിസ്ക്കറ്റാണ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം. പക്ഷേ ഇവരൊക്കെ മേടിച്ചു കൊടുക്കുക, എന്ത് മേടിച്ചു കൊടുത്താലേ കൂടുതലും ഇങ്ങനെ ബിസ്ക്കറ്റിനോടായിരുന്നു ഇയാൾക്ക് പ്രിയം. വളരെ വിഷമമാണ്. നമുക്കൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരാകുമ്പം എന്തെല്ലാം ദൗർബല്യങ്ങളും ദോഷങ്ങളും ഒക്കെ കാണുമല്ലോ. ഇതാകുമ്പം യാതൊരു ദോഷവും ഇല്ലാത്ത ഇവിടെ വന്ന് നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. ആരും സാധാരണ എല്ലാ ഇങ്ങനെയുള്ളതിനെ കാണുമ്പോൾ കല്ലെടുത്തെറിയുന്ന ആൾക്കാർ പോലും അവനെ ആരും എറിയാറില്ല. അവൻ ആരോടൊന്നും ചെയ്യാറുമില്ല. മറ്റു പട്ടികൾ പോലും ഉപദ്രവിക്കാറില്ല അയാളെ. അങ്ങനെയുള്ള വളരെ സ്നേഹനിധിയായ നായയായിരുന്നു. അവന് വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. അവനെ കാണാത്തോളം അവൻ പോയതോട്. അവന് രാവിലെ ചോറുമൊക്കെ കൊടുത്തിട്ടാണ് പോയതുള്ളൂ. പിന്നെ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വന്നപ്പോൾ മക്കൾ പറഞ്ഞില്ല, എനിക്ക് വിഷമമായിരിക്കും എന്ന് വിചാരിച്ച് പറഞ്ഞില്ല. രാത്രിയാണ് പറഞ്ഞ അമ്മയുടെ ഒരു കൂട്ടുകാരൻ ചത്തുപോയല്ലോ അമ്മയെന്ന്. എന്നിട്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് സുരേഷാന്ന്. ഇത് നായായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അതായത് പോലീസ് പട്ടിക്ക് പോലും കിട്ടാത്ത ഇതാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതായത് നാട്ടുകാർക്ക് ഇത്രയും സ്നേഹമുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു 10-25 കവർ ബിസ്ക്കറ്റിന് വാങ്ങിച്ചു കൊടുത്തത്. നമ്മളിത് പറയുമ്പോഴും അതിനെ അങ്ങനെ നമ്മൾ പറയാനേ പാടില്ലാത്തൊരു വാക്കാണ്. നമുക്ക് സഹോദരനെ തുല്യമായിട്ട് നമ്മൾ സ്നേഹിച്ചു ചെയ്യുക. പിന്നെ എങ്ങനെ അപകടത്തിൽ എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എന്തോ സംഭവിച്ചു, എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഒരു പക്ഷേ ഒരു വലിയ ദുഃഖമായി പോയത്. ദുഃഖം എന്ന് പറയുന്നത് സ്ത്രീകൾ കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ജോലിയാണ് ഇയാൾക്കുള്ളത്. മെയിൻ ഏറ്റവും വലിയ ജോലി അതാണ്. അവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു വീട്ടുകാരെ കൊണ്ടാക്കിയിട്ട് പോകും. അതാണ് അയാളുടെ ഒരു പ്രത്യേകത. ഈ പട്ടിയെ ഞാനാണ് ദിവസവും ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. അമ്മമാരുടെ എണ്ണ ഉടഞ്ഞു കൊടുക്കും. അപ്പോൾ പലരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുത്. പക്ഷേ ഞാൻ എവിടെ പോയിട്ട് വന്നാലും അമ്മ എൻ്റെ മുന്നിൽ വന്ന് കയറി. അപ്പോൾ വീട്ടിലും ഇത് നമ്മുടെ സുരേഷാണ്. പിന്നെ നായെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ചേച്ചിമാരെ നൈറ്റ് വീടുകളിൽ കൊണ്ടുവയ്ക്കുന്ന ജോലിയാണ് പുള്ളിക്കാരന്. ഇത്രയും ബസ്സിൽ വന്ന് ഇവിടെ ജംഗ്ഷനിൽ ഇറങ്ങും. ആ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പോക്കുണ്ട്. പിന്നെ ഇരുട്ടിയാലും ആൾക്കാരെ പിന്നെ വീടുകളിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഞാനും ഇതേപോലെ പാർലേജിയാണ് കഴിക്കുന്നത്. എന്നിട്ട് ഇവിടെ പിന്നെ രാവിലെയും വൈകിട്ട് ഈ കടയിലാണ് പുള്ളിയുടെ കൂട്ടുകാരായി നിൽക്കുന്നവർ മൊത്തം അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അയാൾക്ക് സ്നേഹമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ പിന്നെ ഇയാളെക്കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടത്തില്ല. മരിച്ചതുമല്ല, അയാൾ മനസ്സിൽ നിന്ന് പോയിട്ടുമില്ല. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് പറയാനുള്ള ഈ സുരേഷ് എന്ന് വെച്ചാൽ ഒരു പൊന്നുമോനായിരുന്നു. കാര്യം ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളിവിടെ പുതുപ്പലം ഭാഗം വരെ വരും. അന്നേരം ഞാൻ പറഞ്ഞു, വീട്ടിൽ പോടെ ചേർക്കാൻ നിന്നെ വലിയൊരു എറിയുമെന്ന്. അതാണ് ഇപ്പോഴും എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു സങ്കടം. കുറേ അങ്ങ് വരും. ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ അടുത്ത് വരും. എൻ്റെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ അതിനപ്പുറത്തൊരു തയ്യക്കടയുണ്ട്. ആ കടയുടെ വാതിൽ വന്ന് അവിടെ കിടക്കും. എന്നിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന സാറ് വഴക്ക് പറഞ്ഞ് ഓടിക്കും ഇവനെ. അപ്പോൾ പിന്നെയും അവിടെ കിടക്കും. ഞാൻ വന്ന് പിന്നെ ചോറ് കൊടുത്ത് തിന്നിട്ടേ അവിടെ നിന്ന് പോകത്തുള്ളൂ. അത്ര നേരം അവിടെ കിടക്കും. എപ്പോഴെങ്കിലും ഞാൻ ആ കടന്ന് എഴുന്നിട്ട് വന്നാൽ ഞാനും പറയും പോടാ വൈകിട്ട് തരാമെന്ന് പറയുന്നാലും അവിടെ കിടക്കും. വന്ന് ചോറ് കൊടുത്ത് തിന്നിട്ട് പോകും. എന്നിട്ട് പിന്നെ രാത്രി അത്താഴം ഉണ്ണാൻ വരും. അത്രയ്ക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത്. എല്ലാവരും കണ്ട അപ്പോഴേ അവരുടെ കൂടെ വാലുമാട്ടി അവിടെ കൂടെ നമ്മളെവിടെയും പോകുന്ന നമ്മുടെ കൂടെ വരും. ഞാൻ മോനെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും മോനെന്നും മോളെന്നുമാണ് വിളിക്കുന്നത്. അതിന് ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെല്ലാം എന്നെ കളിയാക്കും. ഞാൻ പറയാം, സ്വന്തം മക്കളെ ഒരു കൊച്ചുമോനുണ്ട്, അതിനെ പോലും പേരെ വിളിക്കൂ, മോനെന്ന് വിളിക്കത്തില്ല. മോളും പരാതി പറയും. ഇതിനെ അതേപോലെ ഞാൻ ഇവനെ സുരേഷേ മോനെ എന്നാ